ആരാന്നറിയോ? ഇല്ല. കീരിക്കാടൻ കാർലോസ്. എനിക്കെതിരെ ശബ്ദിച്ചാണ്ടോ നിന്റെ തലയിവിടെ കിടന്നുള്ളും. മനസ്സിലായോ? എന്താണ് നോക്കിയിരിക്കുന്നത്? ഞാൻ കൂടെ ഉള്ളതാണ്. എല്ലാത്തിനും ഹലോ, ഈ വന്നിരിക്കുന്ന ആരെന്ന് മനസ്സിലായ? ഇവിടത്തെ ഗുണ്ട കീരിക്കാടൻ കാർലോസ്. ആധാറിൽ എന്റെ പേരൊന്ന് മാറ്റണം. മാറ്റണം. എന്താ നോയിക്കൊണ്ടിരിക്കണത്? മാറ്റാം. അല്ല, ഈ കീരിക്കാടൻ കാർലോസ് എന്ന് പറയുന്നത് നല്ല പേരാണ്. പേര് അതുകൊണ്ടല്ലേ എന്റെ ആശ ആ പേര് അറിയപ്പെടുന്നത്. അതിപ്പോ മാറ്റേണ്ട കാര്യം എന്തുവാ? അതായത് എന്റെ ശരിക്കുള്ള പേര് അതല്ല. അത് മാറ്റി കീരിക്കാടൻ കാർലോസ് എന്ന ആധാർ കാർഡിൽ വരുത്തണം. മറ്റേ പേര് വേണ്ട. എന്നാ ശരിക്കുള്ള പേര് പറ. ഒറിജിനൽ പേര് അവിടെ നിൽക്കട്ടെ. ഹലോ, നിങ്ങൾ എന്തിനാ അത് തിരക്കുന്നത്? ഞാൻ പറഞ്ഞു, കീരിക്കാടൻ കാർലോസ് എന്നും കയറ്റിയാ മതി. നിങ്ങൾക്ക് ഒറിജിനൽ പേര് അറിയണം. അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ പേര് അറിയണം. ആശാന്റെ ഒറിജിനൽ പേര് അറിയണ്ടേ? പറയണം. അമ്മിണിപ്പിള്ള. അമ്മിണിപ്പിള്ള. ആശാൻ ആശാൻ ഇന്ന് തീരുമാനമാക്കണം നമുക്ക്. അയ്യോ അല്ല, ആശാന്റെ വേറെ കേസ് പറഞ്ഞു. നമ്മൾ പേര് മാറ്റാൻ വേണ്ടി മാത്രമാണ് വന്നത്. പിന്നെ ആശാന്റെ അമ്മയുടെ വിധവാ പെൻഷന്റെ കേസ് സംസാരിക്കണ്ടേ? അയ്യോ, ഞാനത് നീ തന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണ്ടേ? ആശാനെ, ഞാൻ ഇങ്ങനെ ഗുണ്ട കയറി നിന്നപ്പോ ഞാനത് വിട്ടുപോയതാണ്. 100 കൂട്ടം കേസാണ് എന്റെ തലയിൽ. ഞാൻ വിളിച്ചോണ്ടിരാ. അമ്മ കയറി വരണം. അമ്മ വിളി. അതെ, ഞാൻ പേര് മാറ്റുന്നതിന് മാത്രമല്ല വന്നത്. ഇതെന്റെ അമ്മയാണ്. അമ്മയുടെ വിധവാ പെൻഷന്റെ ഇതൊന്ന് ശരിയാക്കി തരണം. എന്നാ പിന്നെ അത് നേരത്തെ പറഞ്ഞോളൂ. ഈ ഫോം ഒന്ന് പൂരിപ്പിച്ചു. ഞാൻ ഫോം ഫില്ല് ചെയ്യാനോ? ഞാനൊരു ഗുണ്ടയാണെന്ന് അറിയത്തില്ല. കീരിക്കാടൻ കാർലോസിന്റെ സ്വഭാവം അറിയത്തില്ല. നിങ്ങൾ വേണമെങ്കിൽ ഫില്ല് ചെയ്യണോ? അത് ഈ ടി വി ഒക്കെ തല്ലിപ്പൊട്ടിച്ച കളടാ. വേണ്ട എല്ലാം നശിപ്പിക്കേ. വേണ്ട, ഞാൻ പൂരിപ്പിച്ചോളാം. പറഞ്ഞാ മതി. മര്യാദക്ക് പൂരിപ്പിക്കേ. അമ്മയുടെ പേരെന്താ? ഭാരതി. മുഴുവൻ പേര് ഭാരതി പിള്ള. വയസ്സ്? വയസ്സ് 60. ഭർത്താവിന്റെ പേര്? ഭഗീരഥം പിള്ള. മരിച്ചിട്ട് എത്ര വർഷമായി? അമ്മയ്ക്ക് അങ്ങനെയാണ്. ആശാന്റെ അച്ഛന്റെ പേര് പറഞ്ഞ അപ്പോഴേ കരച്ചിൽ വരും. അത് കേട്ട് നമ്മളും കരയും. അച്ഛൻ പറഞ്ഞ ജീവനാണ്. അല്ല, അമ്മയ്ക്ക് വിഷമം ഉണ്ടാവുമെന്നറിയാം. എന്നാൽ ഇവിടുത്തെ നിയമങ്ങളല്ലേ. ഫോം പൂരിപ്പിക്കാനാ. പറയും, മരിച്ചിട്ട് എത്ര വർഷമായി? മരിച്ചിട്ട് 13 വർഷമായി. എന്നിട്ട് ഇപ്പോഴാണോ അപേക്ഷിക്കാൻ വരുന്നത്? ഇത്ര നാളെന്താ വരാഞ്ഞത്? അമ്മ ജയിലിലായിരുന്നു. അച്ഛനെ തല്ലിക്കൊന്ന 12 വർഷം ജയിലിലായിരുന്നു. കഴിഞ്ഞ വർഷം എന്റെ വിവാഹത്തിനാണ് ഇറങ്ങിയത്, റിലീസായത്.